അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുരോഗമനവാദികൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും വാദിക്കുന്നതും അതിനുവേണ്ടി മുദ്രാവാക്യം ഉയർത്തുന്നതും എത്രമാത്രം പൊള്ളയാണ്, എത്രമാത്രം വിരോധാഭാസമാണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനലിലെ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഫാഷൻ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ സ്ത്രീകളുടെ സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷനും എന്നുള്ള, അതായത് സ്ത്രീകൾ വസ്തുവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നിരുന്നു. അതിലൊരു ഭാഗത്ത് ഫാഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളും അതുപോലെ തന്നെ മറുഭാഗത്ത് ഫാഷൻ ഇൻഡസ്ട്രിയിൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്നുള്ള ആശയം സമർത്ഥിച്ചുകൊണ്ട് കുറച്ച് ആളുകളും. അതിൽ പ്രധാനമായിട്ടും ഡോക്ടർ അബ്ദുള്ള ബാസിൽ, അൺമാസ്കിംഗ് നോവലിസ്റ്റിലുള്ള ഡോക്ടർ അബ്ദുള്ള ബാസിലാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും അവിടെ സമർത്ഥിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയായിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ അതിൽ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഈ ഒരു ഫാഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, അതായത് ഫാഷൻ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള ഈ ഒരു കാര്യം വളരെയധികം അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അത് വളരെയധികം എതിർക്കപ്പെട്ടിരുന്നു. അത് ആ ചർച്ചയിൽ നിന്ന് മാത്രമല്ല, അതിനുശേഷം ഒരുപാട് പുരോഗമന സർക്കിളുകളിൽ, അതായത് പുരോഗമന ആശയം പ്രചരിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബർമാരും യൂട്യൂബ് ചാനലുകളിൽ നിന്നും ഈ ഒരു കാര്യത്തിനെതിരെ പ്രതികരണങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ചർച്ച നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ രണ്ട് വാദങ്ങളും അതിൻ്റെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒരു ഭാഗത്ത് ഈ ഫാഷൻ ഇൻഡസ്ട്രീസിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നവർ അത് വളരെ ശാസ്ത്രീയമായ വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട്, കൃത്യമായ പഠനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് ഈ ഒരു കാര്യം സമർത്ഥിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇതിനെതിരെ സംസാരിക്കുന്ന പുരോഗമനവാദികൾ വളരെ വൈകാരികമായിട്ടാണ് ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത്. അതായത് ഒരു രീതിയിൽ പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ ചിന്താഗതിയുടെയും കാഴ്ചപ്പാടിൻ്റെയും കുഴപ്പമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് എന്നുള്ള ആഡ് ഹോമിനം അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്ത്രീകൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫാഷൻ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നത് പുരുഷന്മാരുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ്. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്ഷുവൽ സ്റ്റിമുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റിമുലൈ ആണ്. അതായത് കാഴ്ചയിലൂടെയാണ് പ്രധാനമായിട്ടും പുരുഷന്മാരിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരുടെ ഇത്തരം താല്പര്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ഗ്രാറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും അവരെ ഒബ്ജക്റ്റിഫൈ ചെയ്യുകയാണ്. അതിൽ നിന്ന് ലാഭം എടുക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഫാഷൻ ഇൻഡസ്ട്രീസും കോർപ്പറേറ്റുകളും എന്നുള്ളതാണ് അതിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു പരിപാടിയിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ ഫാക്റ്റ്, അതായത് പുരുഷന്മാരുടെ ലൈംഗികത പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലാണ് എന്നുള്ള ഈ ഒരു പരമമായ സത്യം, ഈ ഒരു വസ്തുത, അത് അംഗീകരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം വീണ്ടും ഇതൊക്കെ ഇത്തരത്തിൽ വിമർശിക്കുന്ന ആളുകളുടെ ചിന്താഗതിയുടെയും കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരുപാട് ന്യായീകരണങ്ങളാണ് ആ ചർച്ചയിലും നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചോദ്യം പ്രധാനമായിട്ടും അതിൽ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാർക്ക് ഇത്തരത്തിൽ സ്ത്രീകളെ കാണുമ്പോൾ ചിന്തകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ സ്ത്രീകളെ ചികിത്സിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറുള്ള സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ സ്ത്രീകളെ ചികിത്സിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഫീലിങ്സ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ ഒരു ചർച്ചയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്, അതിൻ്റെ പിന്നിലുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്നും അതേ ചർച്ചയിൽ തന്നെ അവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ശരി എല്ലാ കാര്യത്തിൻ്റെയും പിന്നിലുള്ള ശാസ്ത്രം എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമുക്കുണ്ടാകുന്ന എല്ലാ ഓരോ ഫീലിങ്സിൻ്റെയും പിന്നിലുള്ള, അതിൻ്റെ പിന്നിലുള്ള ന്യൂറോളജിക്കൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ചുരുങ്ങിയ പക്ഷേ നമുക്കൊരു മിനിമം കോമൺ സെൻസെങ്കിലും ഉണ്ടാവുമല്ലോ. നമ്മളൊക്കെ തന്നെ ഡോക്ടർമാരെ സമീപിക്കുന്ന ആളുകളാണ്, പല ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്ന ആളുകളാണ്. അപ്പം നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ട് പല രീതിയിലും നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ ഡോക്ടർമാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും നമുക്കൊരു മിനിമം ബുദ്ധിയുണ്ട്. അതായത് ഡോക്ടർമാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കോണ്ടെക്സ്റ്റാണ്, പ്രത്യേക സാഹചര്യമാണ്. അതുപോലെയല്ല എല്ലാ നോർമൽ സെറ്റിങ്സ് എന്നുള്ളത്. അതായത് ഒരു ഡോക്ടർക്ക് ഞാൻ എൻ്റെ ശരീരഭാഗം കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർക്ക് യാതൊരു രീതിയിലുള്ള ഫീലിങ്സും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് മറ്റാർക്കും ഉണ്ടാകുകയില്ല എന്നുള്ള മണ്ടത്തരം നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നമുക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർക്ക് മുമ്പിൽ നമ്മൾ ഇത്തരത്തിൽ ചികിത്സ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴും
മറ്റുള്ള സാഹചര്യങ്ങളിൽ നോർമൽ സിറ്റുവേഷൻസിൽ നമ്മളതെല്ലാം തന്നെ മറച്ച് വെച്ച് നടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശാസ്ത്രം അറിയണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, മറിച്ച് ഒരു മിനിമം കോമൺ സെൻസെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര ഒരു ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ പുരോഗമനവാദികൾ ഇവരുടെ ആശയങ്ങളെ വിശദീകരിക്കാനും അതിനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിലുള്ള ഒരു തമാശ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ചർച്ചയിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇൻ്റലിജൻസ്, ഇതെല്ലാം തന്നെ അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതായത് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണെന്നാണ് അത് ആ ചർച്ചയിൽ ഒരുപാട് പ്രാവശ്യം അവർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനാണ്, അവരെ എംപവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതല്ല, നേരെ മറിച്ച് അതിലെന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. ഇത്തരം മേഖലകളിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ കമ്മോഡിഫൈ ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ വസ്തുവൽക്കരിക്കപ്പെടുന്നു, അവർ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റാഡിക്കൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ കൂടിയാണ്. അതായത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകളുടെ ശാക്തീകരണത്തിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന ഫെമിനിസ്റ്റ് ആയിട്ടുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണത് പറയുന്നത്. ഇത് ഈ ചർച്ചയിൽ തന്നെ ഈ ഷീല ജെഫ്രീസിൻ്റെ കാര്യമൊക്കെ അബ്ദുള്ള വാസിലൊക്കെ തന്നെ ഉദ്ധരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫലമായിട്ട് സ്ത്രീകളിൽ എന്ത് കോൺസിക്വൻസസ് ആണ് ഉണ്ടാകുന്നത്, അത് ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് അവരിൽ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് അവർക്ക് അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സംതൃപ്തി ഇല്ലായ്മ, അത് സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, അവരുടെ ബൗദ്ധികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ, അതിനെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അവരിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് പഠനങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് സ്ത്രീകളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പം, അങ്ങനെ പറയുന്ന ആളുകളുടെ ഇത്തരം വാദങ്ങളുടെ പിന്നിലുള്ള കപടത നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളെ ഇവർ സപ്പോർട്ട് ചെയ്യുമ്പോഴും മറുഭാഗത്ത് സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ ശാക്തീകരണം നൽകുന്ന, അതല്ലെങ്കിൽ സ്ത്രീകളെ ശാരീരികമായും മാനസികമായും അവർക്ക് സെക്യൂരിറ്റി നൽകുന്ന യഥാർത്ഥ മൂല്യങ്ങളെ ഇവർ ഡിസ്കറേജ് ചെയ്യുകയും അതിനെ സപ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം സ്ത്രീകൾ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് അതല്ലെങ്കിൽ ഫിസിക്കൽ അപ്പീലിനെ റിസർവ് ചെയ്യുമ്പം, അതായത് പബ്ലിക്കിൽ റിസർവ് ചെയ്യുമ്പം അല്ലെങ്കിൽ പബ്ലിക്കിൽ അത് പ്രസൻറ്റ് ചെയ്യാതിരിക്കുമ്പം അതിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെൻ്റൽ വെൽബീങ് ഉണ്ടാകുന്നു എന്നുള്ളത് പഠനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഹിജാബുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ ഹിജാബ് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആണ്. നമുക്കറിയാം സമൂഹത്തിൽ ഒരുപാട് മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങുകളുണ്ട്. അതിൽ മോഡസ്റ്റിയുടെ ഏറ്റവും ഉന്നതമായ നിലവാരം ഉൾക്കൊള്ളുന്ന ഒരു ക്ലോത്തിങ് ആണ് ഹിജാബ് എന്ന് പറയുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. അതായത് ഞാൻ എന്നെ പബ്ലിക്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ വ്യക്തിത്വത്തിലൂടെയാണ്, എൻ്റെ പേഴ്സണാലിറ്റിയിലൂടെയാണ്, എൻ്റെ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റീസിലൂടെയാണ്, എൻ്റെ ടാലൻറ്റിലൂടെയാണ് ഞാൻ എന്നെ പബ്ലിക്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിന് ഞാൻ പ്രത്യേകിച്ച് വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഹിജാബിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹിജാബുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് വളരെ അധികമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സൈക്കോളജിയിൽ വന്നിട്ടുള്ള ഒരു പഠനമാണ് ഇസ് ദ ഹിജാബ് പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. വീരേൻ സ്വാമി എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റാണ് ഈ ഒരു പഠനം ലീഡ് ചെയ്യുന്നത്. വീരേൻ സ്വാമി എന്ന് പറഞ്ഞാൽ ബോഡി ഇമേജ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള സൈക്കോളജിസ്റ്റുകളിൽപ്പെട്ട ഒരാളാണ്. അപ്പം ഈ ഒരു പഠനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് കാണാൻ സാധിച്ച എന്താണെന്ന് വെച്ചാൽ, ഹിജാബ് ധരിക്കുന്ന സ്ത്രീകൾ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് അവരിൽ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ വളരെയധികം കുറവാണ് എന്നുള്ളതാണ്. അതായത് അവർക്ക് അവരുടെ ശരീരത്തെ സംബന്ധിച്ചുള്ള ആ ഒരു സംതൃപ്തി ഇല്ലായ്മ വളരെയധികം കുറവാണ്, സിഗ്നിഫിക്കൻ്റ്ലി ലെസ് ആണെന്നാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിലായിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, സാമൂഹികമായിട്ട് നിലനിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ സങ്കല്പങ്ങൾ, അത്
മാച്ച് ചെയ്യണം, അതിനെ എത്തിപ്പിടിക്കണം, അല്ലെങ്കിൽ അതുപോലെ ഞാൻ ആയിത്തീരണം എന്നുള്ള ചിന്ത, അതല്ലെങ്കിൽ അത് പ്രാപിക്കാനുള്ളൊരു ഏർജ് അവരിൽ വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ അവരിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ ശാക്തീകരണവും അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റിയും നൽകുന്ന ഒരു സമ്പ്രദായമാണ് ഹിജാബ് എന്ന് ഈ ഒരു പഠനം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതേ പഠനം അദ്ദേഹം ഇത് നടത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് മുസ്ലിം സ്ത്രീകളിലാണ് ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത്. ഇതേ പഠനം അദ്ദേഹം ഫ്രഞ്ച് മുസ്ലിം സ്ത്രീകളിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതേ റിസൾട്ടുകൾ തന്നെയാണ് അവർക്ക് ലഭിച്ചത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരിതിൽ പരിശോധിച്ചത്, എക്സ്പെരിമെൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയപ്പെടുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് അത് ഹിജാബ് കൊണ്ട് തന്നെയാണോ അവർക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം ഹിജാബ് ധരിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ്, മതവിശ്വാസികളായിട്ടുള്ള ദൈവവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളാണ്. ദൈവവിശ്വാസത്തിനും മതവിശ്വാസത്തിനും പോസിറ്റീവ് മെൻ്റൽ ഹെൽത്തുമായിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളത് റിസർച്ച് വളരെ വ്യക്തമായിട്ട് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാണുന്ന ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും ഈ മതവിശ്വാസം കൊണ്ട് ഉള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ്, മതവിശ്വാസം, റിലീജിയോസിറ്റി എന്നുള്ള ഈ ഫാക്ടേഴ്സൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഹിജാബ് എന്നുള്ള ആ ഒരു ഫാക്ടറിനെ മാത്രം ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പരിശോധന നടത്തിയപ്പോഴും അതിൽ കാണാൻ സാധിച്ചത് ഹിജാബ് എന്നുള്ള ആ ഒരു ആശയത്തിന് തന്നെ ഈ പോസിറ്റീവ് മെൻ്റൽ ഹെൽത്തുമായിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള പഠനങ്ങൾ അമേരിക്കൻ മുസ്ലിം സ്ത്രീകളിൽ നടന്നിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്ന, യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് മാനസികവും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള സെക്യൂരിറ്റി നൽകുന്ന ആശയങ്ങളാണ് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ, അല്ലെങ്കിൽ മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ ഈ ഒരു വിഷയത്തെ സമീപിക്കുകയാണെങ്കിലും, ഏത് ആംഗിളിൽ നിന്ന് നമ്മൾ ഈ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുരോഗമനവാദികൾ മുന്നോട്ട് വെക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുള്ളതാണ്. അതായത് ഫാഷൻ ഇൻഡസ്ട്രികൾ ഏത് രീതിയിലാണ് അവിടെ സ്ത്രീകൾ അവതരിപ്പിക്കപ്പെടുന്നത്, ഏത് രീതിയിലാണ് അവിടെ സ്ത്രീകൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ട് സ്ത്രീകളിൽ ഏത് രീതിയിലുള്ള കോൺസിക്വൻസസ് ആണ് ഉണ്ടാകുന്നത്, അവരുടെ മാനസികമായ ആരോഗ്യത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു, അവരുടെ ശാരീരികമായ ആരോഗ്യത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് സ്ത്രീകൾക്ക് കോൺഫിഡൻസ് നൽകുകയും അവരെ എംപവർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സമ്പ്രദായമല്ല. അത്തരത്തിലുള്ള വാദങ്ങൾ തീർത്തും കപടമാണ് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ പുരോഗമനവാദികൾ ഒരിക്കലും തന്നെ തയ്യാറാകാത്തത്. ഇവിടെ അബ്ദുള്ള വാസിൽ ആ ഒരു ചർച്ചയ്ക്ക് ശേഷം മറ്റൊരു വീഡിയോയിൽ ഈ വിഷയം കൂടുതൽ അറിയണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എതിരഭിപ്രായങ്ങൾ അറിയിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാവുന്നതാണ്. ഈ വിഷയങ്ങൾ നമുക്ക് വസ്തുതകൾ നിരത്തിക്കൊണ്ട് നല്ല സൗഹൃദമായ അന്തരീക്ഷത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എന്നുള്ളത്. പക്ഷേ അതിനു മറുപടി ആയിക്കൊണ്ട് ഈ പറയപ്പെടുന്ന പുരോഗമനവാദികൾ അവരുടെ അത്തരം സർക്കിളുകളിൽ നിന്ന് അവർ പറയുന്നത്, അത്തരം യൂട്യൂബ് ചാനലുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ പറയുന്നത് നിങ്ങൾ ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പോയി പെടരുത് എന്നുള്ളൊരു വാർണിംഗ് ആണ് പുതിയ തലമുറക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കാര്യം വ്യക്തമാണ്. നിങ്ങൾക്ക്, അതായത് പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആശയങ്ങൾ കൃത്യമായി വസ്തുതാപരമായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്നാണെങ്കിൽ, അവരുടെ വാദങ്ങൾക്ക് പിൻബലമായിക്കൊണ്ട് തെളിവുകൾ സമർപ്പിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ, ശാസ്ത്രം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണെങ്കിൽ, അതിൻ്റെ അർത്ഥം അവർക്ക് വസ്തുതാപരമായിട്ട് ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. അവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരം വാദങ്ങളും ഇത്തരം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മുദ്രാവാക്യങ്ങളും വെറും പൊള്ളയായിട്ടുള്ള, വെറും കപടമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.